കിച്ചു ഇട്ടൊരു വീഡിയോയുടെ അടിയിലും ഇതേ സെയിം രീതി തന്നെ ശ്രുതിയുടെ പ്രോഡക്റ്റ് അല്ലേ, അപ്പോൾ ഇതിങ്ങനെയൊക്കെ വരുള്ളൂ എന്നുള്ള രീതിയിൽ. അപ്പം ഇതിനെ ചേച്ചിക്ക് എതിരായിട്ടൊരു സൈബർ അറ്റാക്ക് ചെയ്യാനായിട്ട് ഒരു ടീം ഉണ്ടെന്ന് ചേച്ചിക്ക് തോന്നുന്നു. ടീമോ? രേണുവിനെതിരെയോ? ആ, രേണുവിനെ സൈബർ അറ്റാക്ക് ചെയ്യാൻ ഒരു ടീമൊക്കെ ഉണ്ട്. കൊള്ളാം, നല്ല കാര്യമാണ്. നമ്മുടെ രേണു സുധി നമ്മൾ എടുത്തിട്ട് 2-3 ദിവസമായി. നമ്മൾ പറഞ്ഞില്ലെങ്കിൽ രേണുവിന് അത് വിഷമവും, നമുക്കത് വിഷമവും, കാണുന്നവർക്കൊരു വിഷമവും. അങ്ങനെയൊന്നുമല്ല. എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കണ്ടന്റ് ബോറടിച്ചെന്ന് എനിക്കറിയാം. പക്ഷെ ഇവര് പറയുന്ന കുറെ സ്റ്റേറ്റ്മെന്റ് കേൾക്കുമ്പോഴത്തേനും നമുക്ക് നാളെ പറയാതിരിക്കാൻ പറ്റില്ല. അതാണ് സംഭവം. നമ്മുടെ ഇങ്ങനെ ഞരമ്പുകളിൽ രക്തം ഇങ്ങനെ തിളയ്ക്കും. അതുകൊണ്ടാണ് നമ്മൾ നല്ല പറയുന്നത്. പുള്ളിക്കാരൻ നല്ലത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നല്ലത് പറയും. നമ്മൾ പറഞ്ഞിട്ടുമുണ്ട്. ഏത് വിഷയത്തിലാ? ഈ പറയുന്ന ലംഘനുണ്ടല്ലോ, ശാന്തിവിള ദിനേശൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനെതിരെ നമ്മൾ രേണുവിനെ ന്യായീകരിച്ച് സംസാരിച്ചിട്ടുണ്ട്. ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി വന്ന സമയത്ത് പുള്ളിക്കാരി പോസിറ്റീവ് ആണെന്നുള്ള രീതി നമ്മൾ ന്യായീകരിച്ച് സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ നമ്മൾ എതിർക്കുന്ന സാധനം മാത്രമേ കാണുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ ഇതിനകത്ത് ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, സുധിയുടെ പ്രോഡക്റ്റ് ആണ് കിച്ചു. അപ്പോ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ സൈബർ ബുള്ളിങ് ചെയ്യുന്നു. അതിനെ കുറിച്ച് എന്താണ് രേണുവിന്റെ അഭിപ്രായം? സൈബർ ബുള്ളിങ് രേണു ചെയ്യുന്നതിനെ കുറിച്ചുള്ള അഭിപ്രായം പറയൂ. പിന്നെ ഉറപ്പായിട്ടും എനിക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്. ഞാൻ അറിയാതെ എനിക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്. അറിയാതെ ശത്രുക്കളുണ്ടോ? ഫിറോസിക്ക, ബിഷപ്പ്, പിന്നെ താജ് പത്തനംതിട്ട, അതുൽ വ്ലോഗ്സ്, പിന്നെ അറിയാത്ത ശത്രു വരാ. ഇതെല്ലാം നിങ്ങൾ തന്നെ പിടിച്ച വള്ളികളല്ലേ? നിങ്ങൾ തന്നെ പിടിച്ച വള്ളികളിനകത്ത് നിങ്ങൾ ഉണ്ടാക്കിയ ശത്രുക്കളല്ലേ ഇതെല്ലാം? അല്ലാതെ ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരോ? റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ എന്തുകൊണ്ടാണ് നിങ്ങൾക്കെതിരെ സംസാരിക്കുന്നത്? നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്ന പൊട്ടത്തരത്തിനും അപവാദങ്ങൾക്കും അപരാധങ്ങൾക്കും എതിരെയാണ് ഈ സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാർ സംസാരിക്കുന്നത്. അതെങ്കിൽ ശത്രുക്കളാവും. ശത്രുക്കളല്ലെന്നേ. നമ്മളാണ് രേണുവിന്റെ സ്ട്രെങ്ത്. രേണു ഒന്ന് ആലോചിച്ച് നോക്കൂ. രേണു ഒരു വിഷയം ഉണ്ടാക്കുന്നു. എന്റെ വീട് പൊളിഞ്ഞു വീണു, എന്റെ വീട് തറമട്ടമായി എന്ന് പറഞ്ഞിട്ട് രേണു ഒരു വിഷയം ഉണ്ടാക്കുന്നു. ഈ വിഷയത്തെ കുറിച്ച് വേറെ ഒരാൾ സംസാരിച്ചില്ലെന്നുണ്ടെങ്കിൽ രേണു അന്ന് അവിടെ അവസാനിച്ചു. രേണുവിനെ ലൈം ലൈറ്റ് നിർത്തുന്നത് നമ്മളെപ്പോലുള്ള ആളുകളാണ്. അത് രേണു ഫസ്റ്റ് മനസ്സിലാക്കുക. അപ്പൊ നമ്മളോട് കടപ്പാടില്ലെങ്കിലും ഒരുമാതിരി ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട കടപ്പാട് പോലും ഇല്ലാത്ത രീതി പെരുമാറും കേട്ടോ. നമ്മള് എത്രയൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പരിപാടി അത് ഈ കുറച്ച് ദിവസമല്ല, ബിഗ് ബോസിൽ പോയിട്ട് ഞാൻ എന്ന് വന്നോ അന്ന് തൊട്ടാണ് എനിക്ക് മനസ്സിലായി എനിക്ക് ചുറ്റും അല്ലെങ്കിൽ എനിക്ക് നെഗറ്റീവ് അടിക്കാൻ ഒരു ഗൂഢാലോചന തന്നെ കുറച്ച് പേര് ഗൂഢാലോചന നടത്തുന്നുണ്ട് രേണുവിനെതിരെ. അതും ബിഗ് ബോസിൽ നിന്ന് വന്നതിന് ശേഷം. ബിഗ് ബോസിൽ പോയിട്ട് നിങ്ങളെ കാണാനേ ഇല്ലായിരുന്നു. അവിടെ 10-70 ക്യാമറ ഉണ്ട്. ഈ ക്യാമറ കണ്ണുകളിൽ പോലും കിട്ടാത്തതുപോലെ ഒളിച്ചിരിക്കാനുള്ള സ്കില്ല് ഇത്രയും ബിഗ് ബോസിൽ പല ഭാഷകളിൽ നടത്തിയ ബിഗ് ബോസുകളിൽ പല സീസണുകളിൽ നിന്നും രേണുവിന് മാത്രമേ ആ സൗഭാഗ്യം ലഭിച്ചിട്ടുള്ളൂ. ആ രേണു പഞ്ചഭാവമായിട്ട് ഇറങ്ങി വന്നിട്ട് രേണുവിന് എന്താ പ്രശ്നം? രേണു ഇറങ്ങി വന്നിട്ട് രേണു ഓരോ തോന്നിയതും രേണു ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് പല വിവാദങ്ങളും ഉണ്ടാക്കി. ബിഗ് ബോസിൽ പോയി നല്ല കുട്ടിയായിട്ട് വിട്ടിരുന്നു. ബിഗ് ബോസിൽ നിന്ന് ഒന്നും ചെയ്യുന്നില്ല, കാരണം മോങ്ങുന്നുള്ളതെന്ന് പറഞ്ഞ് ലാലേട്ടൻ കഴുത്തിന് പിടിച്ച് വെളിയിൽ തള്ളി പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും രേണു അടുത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കി തുടങ്ങി. ശാരീരികമായിട്ട് ബന്ധപ്പെട്ട് വീണ്ടും പൊളിയുന്നു, വീണ്ടും അവിടെ പൊളിയുന്നു, വീണ്ടും ഇവിടെ പൊളിയുന്നു. ഇതിനകത്താണ് ഈ പ്രശ്നം തുടങ്ങിയത്. അപ്പൊ നമ്മൾ ഓരോ വെറുതെ നിൽക്കുക. പോയി അവന്റെ കവാല നോക്കുക, അടി വെച്ച് കൊടുത്തിട്ട് നിന്റെ ശത്രു ആവില്ല കേട്ടോ എന്ന് പറഞ്ഞെങ്കിൽ ഇതാണ് രേണു ചെയ്ത സാധനം. മര്യാദയ്ക്ക് പൊക്കോണ്ടിരുന്ന ആളുടെ അക്കൗട്ട് പോയി അവിടെ കുറെ വിവാദം ഉണ്ടാക്കി, കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി, പ്രശ്നം ഉണ്ടാക്കിയിട്ട് എനിക്ക് മൊത്തം ശത്രുക്കളാ, ചുറ്റുപാട് മുഴുവൻ ശത്രുക്കളാ എനിക്ക് എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഞാൻ വീട്ടിൽ ഇരുന്നിട്ട് തെണ്ടുമായിരുന്നെങ്കിൽ 500 രൂപയ്ക്ക് വേണ്ടി തെണ്ടുമായിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ അവരുദ്ദേശിച്ചതിനേക്കാളും ബിഗ് ബോസ് വിടാതിരിക്കാൻ തന്നെ 100 പ്രാവശ്യം അവർ ശ്രമിച്ചു, ഒന്നും നടന്നില്ല. ബിഗ് ബോസ് എന്തൊരു അപരാധമാണ് പറയുന്നത്. നമ്മൾ എന്തോരം റിയാക്ട് ചെയ്ത് പബ്ലിസിറ്റി നേടി നെഗറ്റീവായിട്ട് ഉണ്ടാക്കിയിട്ടൊക്കെയാണ് ബിഗ് ബോസിൽ കയറുന്നത്. എന്നിട്ട് ബിഗ് ബോസിൽ വിടാതിരിക്കാൻ ശ്രമിച്ചെന്നോ? ആര്? രേണുവിനോട് തന്നെ ചോദിച്ചപ്പോ ഞാനോ ബിഗ് ബോസിലോ ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ, എനിക്കറിയത്തില്ലല്ലോ ഒക്കെ രേണു തന്നെയല്ലേ പറഞ്ഞിട്ട് പറഞ്ഞേ. അതിപ്പോ നമ്മൾ ശ്രമിച്ചൊന്നുമല്ല, നമ്മളല്ല. ആര്? ഞാനല്ല കേട്ടോ. ഞാൻ പോയി, ഞാൻ സ്വന്തമായിട്ട് ഇറങ്ങി, അന്തസ്സായിട്ട് ഇറങ്ങി വന്നു. ഇനി ബിഗ് ബോസിൽ നിന്നാണോ അന്തസ്സായിട്ട് ഇറങ്ങി വന്നേ? ബിഗ് ബോസിൽ ചെന്നതിന് ശേഷം അവിടുത്തെ ക്യാമറകളിലൊന്നും ഉൾപ്പെടാതെ, രേണുവിനെ കാണാൻ പോലും ഇല്ലാതെ, എല്ലാ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ കിച്ചുവിനെ കാണണം, തപ്പനെ കാണണം, എനിക്ക് എന്റെ മക്കളെ കാണാതിരിക്കാൻ പറ്റുന്നില്ല എന്ന് പറയും. ലാലേട്ടൻ വന്നു കഴിയുമ്പോ മോളെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മോളെ ഒരു പ്രശ്നമില്ല ലാലേട്ടാ, ഞാൻ ഇവിടെ ഓക്കെയാണ്, യാതൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞിരിക്കും. അടുത്ത വ്യാഴം വെള്ളിയാകുമ്പോ എനിക്ക് കിച്ചുവിനെ കാണണം, എനിക്കൊരു തപ്പനെ കാണണം. ലാലേട്ടൻ വന്ന് ചോദിക്കുമ്പോൾ ഇല്ല ലാലേട്ടാ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ നിന്നോളാം എന്ന് പറഞ്ഞ് പലതവണയായി നിങ്ങൾക്ക് തന്ന പേയ്മെന്റ് കൊണ്ട് നിങ്ങൾക്ക് ലാഭമില്ല, നിങ്ങൾ അതിനകത്തൊന്നും ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കി ഞാൻ പുറത്ത് പോണം എന്ന് പറഞ്ഞു പോയതല്ല. ജനങ്ങള് വോട്ടില്ലാതെ എവിക്റ്റായി പോയതല്ല. ഇറങ്ങിക്കോ, പെട്ടിങ് ഇവിടൊക്കെ എടുത്ത് ഇറങ്ങിക്കോ, പൊക്കോ എന്നും പറഞ്ഞിട്ട് ലാലേട്ടൻ ഇറക്കി വിട്ടതാണ്. അന്തസ്സോടെ ഇറങ്ങി ഒന്നും പറയല്ലേ. ഇത്രയും അന്തസ്സില്ലാതെ ഇറങ്ങി വേറൊരാളില്ല.
എവിക്ഷന് ഞാൻ വന്നിരുന്നെങ്കിൽ ഇവര് പറഞ്ഞു ഈ അവളെ എവിക്ഷൻ ചെയ്തവർക്ക് അവളെ ആൾക്കാർക്ക് വേണം, അതും നടന്നില്ല. ഞാൻ തന്നെ സ്വന്തമായിട്ടാണ് ഞാൻ അറിയുന്നത്. ഏത് സ്വന്തമായിട്ട് ഇറങ്ങി വന്ന്? എവിക്ഷന് വന്ന് നിങ്ങൾ പുറത്തായിരുന്നെങ്കിൽ അതിനൊരു മാന്യത ഉണ്ടായിരുന്നു. നിങ്ങൾ എങ്ങനെ എവിക്റ്റ് ആയത്? നിങ്ങളെ ലാലേട്ടൻ കഴുത്തിലൊടിച്ച് വെളിയിൽ തള്ളിയതാണ്. നിങ്ങൾക്ക് തരുന്ന പേയ്മെന്റിനുള്ള നിങ്ങൾ എന്തൊക്കെ പ്രതീക്ഷയിലായിരിക്കും ഇവിടെ എടുത്തത്? അതിനനുസരിച്ചുള്ള കണ്ടന്റ് ഉണ്ടാക്കാത്തതിന് കഴുത്തിലൊടിച്ച് വെളിയിൽ തള്ളിയതാണ് രേണു. അത് പ്രൗഡായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് അതിനകത്ത് ചെന്നിട്ട് നിങ്ങൾക്ക് അതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ബിഗ് ബോസിനകത്ത് നിങ്ങൾക്ക് ഒരു ഇലയിലക്കാൻ പോലും പറ്റിയില്ല. അങ്ങനെ പുറത്തായതാട്ടോ. അന്തസ്സായിട്ട് വന്നു അല്ലത് നമ്മള്. അതും പോരാഞ്ഞിട്ട് എന്നെ പറ്റി അനാവശ്യങ്ങളും അതിന്റെ അപ്പുറം ഉണ്ടായി. ഇപ്പോഴും എന്നോട് പറയുന്ന മറ്റേ ആ താത്ത പറയുന്നത് ഞാൻ അബോർഷൻ ചെയ്ത അബോർഷന്റെ കേസ് ഒന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. ഈ അബോർഷൻ വളരെ കോമണൈസ് ചെയ്യുന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ടെന്ന്. എന്തെങ്കിലും ആട്ടെ, നമുക്ക് ബാക്കിയാണ്. ഞാൻ ലാസ്റ്റ് ചേച്ചി കണ്ട സമയത്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇനി ഒരു വിവാഹം കഴിക്കുവാണെങ്കിൽ സുധി എന്നുള്ള പേര് മാറ്റുമോ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അമ്പടെ ജിഞ്ചിനാക്കടി, നീയാണോ ചോദ്യം ചോദിച്ചേ? നീയായിരുന്നല്ലേ ഇത് ചോദിച്ചേ? നീയാണപ്പോ ഇവരെ ഏറെ കയറ്റി വിട്ടേ. ചേച്ചി അതിന് വ്യക്തമായിട്ട് ആൻസറും പറഞ്ഞു. പക്ഷെ അതിനുശേഷം അതേ ആ ക്വസ്റ്റ്യനുള്ള വീഡിയോ വെച്ചിട്ട് പലരും പല രീതിയിൽ ട്രോൾ ചെയ്തു. ചേച്ചിയുടെ കുറച്ച് നാളുകൾക്ക് മുമ്പുള്ള ഒരു ഇന്റർവ്യൂവിനകത്ത് ചേച്ചി പറഞ്ഞാൽ ഒരിക്കലും ഞാൻ വേറെ വിവാഹം കഴിക്കില്ല. ഈശ്വര, അത് ഞാനാണല്ലോ ചെയ്തേ? എന്നെയാണോ പറയുന്നത്? നീ എന്റെ വീഡിയോ കണ്ടിട്ടുണ്ട്? അല്ല, വേറെ ആരും ചെയ്തായിരുന്നല്ലേ? മരണം വരെയും എനിക്ക് എൻ്റെ കൂടെ എപ്പോഴും സുധിച്ചേട്ടനുണ്ടാവും എന്ന്. അതിൻ്റെ ഇടയിൽ വന്നൊരു കമൻറ്റാണ്, ഈ സുധി എന്ന് പറഞ്ഞത് ഒരു ബ്രാൻഡ് ആക്കിയിട്ട് അതൊരു പബ്ലിസിറ്റി ആക്കി രേണുവിന് വേണ്ടി രേണുവിന് പൈസ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു മാർഗ്ഗം മാത്രമാണ് സുധി എന്ന് പറഞ്ഞിട്ട് കുറേയേറെ കമന്റുകളും കുറേ. ഈ ചെറുകാള് കൊള്ളാലോ, നല്ല കിണ്ണം കാഴ്ച ചോദ്യമാണല്ലോ ചോദിക്കുന്നത്. ഇവൻ കൊള്ളാം. രേണുവിനോട് കുറച്ച് നിലവാരമുള്ള ചോദ്യങ്ങൾ ചോദിച്ച ഒരു വ്യക്തിത്വമായിട്ട് ഇവനെ നമ്മൾ അംഗീകരിക്കുന്നു. ഇവൻ വളരെ വാല്യുവായിട്ടുള്ള ചോദ്യമാണ് ചോദിച്ചത്. ഇവൻ ഡയറക്റ്റ് ആയിട്ട് സുധിയെ നിങ്ങളൊരു ബ്രാൻഡായിട്ട് ഉപയോഗിക്കുമല്ലേ, സുധീനെ നിങ്ങൾ മുറിച്ച് വിൽക്കുമല്ലേ ഇത് ചോദിച്ചു കഴിഞ്ഞാൽ രേണുവിന്റെ വായിരിക്കുന്ന മൊത്തം കേൾക്കേണ്ടി വരും. അതിനുവേണ്ടി ഞാൻ ഇങ്ങനെ ചോദ്യം ചോദിച്ചായിരുന്നു, അതിന് ഇങ്ങനെ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു, അതിന്റെ താഴെ ഇങ്ങനെ കമന്റ് വന്നായിരുന്നു. ആ കമന്റിനെ കുറിച്ച് എന്താണ് പറയുന്നത്? പറയൂ. സുധീനെ നിങ്ങൾ ബ്രാൻഡ് ആക്കുന്നോ? അല്ല, ഈ സുധി എന്നുള്ള പേരിനെ വെച്ചിട്ട് ചേച്ചി സിമ്പതി പറ്റി. ഞാൻ ചോദിക്കട്ടെ, സുധി എന്നുള്ള പേര് സിമ്പതി പറ്റിക്കുന്നതല്ല. സുധി എന്നുള്ള പേര് ഞാൻ ഇന്നും ഉപയോഗിക്കുന്നത്. സിമ്പതി പറ്റിക്കുന്നതല്ലെന്ന്. സിമ്പതി പറ്റിക്കുന്നതല്ല, നാട്ടുകാരെ പറ്റിക്കുന്നതാ. ആദ്യം രേണുവായിരുന്നു. ആദ്യം രേഷ്മ തങ്കച്ചനായിരുന്നു. പിന്നെ അത് രേണുവായിട്ട് പരിണമിച്ചു. ആദ്യം രേണു മാത്രമായിരുന്നു. പിന്നീട് മനസ്സിലായി അപ്പുറത്ത് സുധി ഉണ്ടെങ്കിൽ അതിനൊരു വില ഉണ്ടെന്ന്. പിന്നെ പുള്ളിക്കാരി പറയുമ്പോഴെല്ലാം അതാണടാ ഈ രേണു സുധി ഫയർഡാ, രേണു സുധിടാ എന്നും പറഞ്ഞിട്ട് ഈ സുധി എന്നുള്ള പേരിനെയാണ് രേണു പറിച്ച് വിറ്റേക്കുന്നത്. അതിനകത്ത് ഒരു സംശയമില്ല. പിന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള അവകാശമുണ്ട്, നിങ്ങളുടെ ഭർത്താവാണ്, നിങ്ങൾക്ക് വിൽക്കാനുള്ള അവകാശമുണ്ട്. പക്ഷെ മരണപ്പെട്ടു പോയ ഒരാൾക്ക് അയാൾ ജീവിച്ചിരുന്ന സമയത്ത് അയാൾ കടം മേടിച്ചാൽ തിരിച്ചു കൊടുക്കത്തില്ലെന്നുള്ള ഒറ്റ ചീത്തപ്പേരേക്കുള്ളായിരുന്നു. അങ്ങനെ മരിച്ചു കഴിഞ്ഞപ്പോ പൈസ മേടിച്ചാൽ തിരിച്ചു കൊടുക്കാത്തവൻ, മദ്യപാനി, പരസ്ത്രീ ബന്ധം, സ്ത്രീ വിഷയത്തിൽ തൽപര കക്ഷി, ഇങ്ങനെ കിട്ടാവുന്ന തോന്നിവാസ ചീത്തപ്പേര് മൊത്തം അങ്ങേർക്ക് മേടിച്ചു കൊടുക്കും. അത് നിങ്ങളെ കൊണ്ടേ പറ്റത്തുള്ളൂ. എന്റെ ഭർത്താവ് എന്റെ കൂടെ നടന്ന് എന്നെ നോക്കി എന്റെ ഭർത്താവ് ചീഞ്ഞളിഞ്ഞ് പുഴുത്ത് നാണം കിട്ടാനും കുഴപ്പമില്ല, നമുക്ക് റീച്ച് ഉണ്ടാവണം, നമുക്ക് കാശ് കിട്ടണം, ഇന്റർവ്യൂ കിട്ടണം, നമ്മൾ സെറ്റ് ആവണം എന്ന് ചിന്തിച്ച ഒരു വ്യക്തിത്വമാണ് രേണു. അതിനെ സുധിച്ചേട്ടനെ വിറ്റു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഭർത്താവുണ്ട്, എന്റെ കൂടെ സുധി എന്നുള്ള പേരുണ്ട്. കാരണം രേണു സുധിയുടെ ഭാര്യയാണ് ഞാൻ. അതുകൊണ്ട് ആ പേര് പറയാനല്ലേ പറ്റത്തുള്ളൂ. ഈ പറയുന്നവന്റെ തന്തയുടെ ഈ പറയുന്നവരുടെ കെട്ടിയോന്റെ പേരല്ലല്ലോ എനിക്ക് പറയേണ്ടത്. ആണോ? സുധി എന്നുള്ള പേര് എനിക്ക് പറഞ്ഞേ പറ്റത്തുള്ളൂ. അത് ബ്രാൻഡ് ആക്കാതിരിക്കോ, അത് കാണുന്നവരുടെ കണ്ണിലെ കുരുവാണ്. അതെ, കാണുന്നവന്റെ കണ്ണിലെ കുരുവാ, മനസ്സിലായോ? അല്ലാതെ പറയുന്ന രേണുവിന്റെ അണ്ണാക്കിലെ കുരുവല്ല, കാണുന്നവന്റെ കണ്ണിലെ കുരുവാണതല്ല. പുള്ളിക്കാരി എന്തും പറയും, എന്ത് തോന്നിയ ദിവസം പറയും. എന്റെ ഭർത്താവല്ലേ? ഞാൻ പറയും, പറഞ്ഞു എന്റെ ഭർത്താവിനെ പറഞ്ഞു വിറ്റോ. അന്നേരം മറ്റാരും തിരിച്ചൊന്നും പറയാൻ പാടില്ല എന്ന് വിചാരിക്കാൻ പാടില്ല. ആൽബം വന്നതിന് ശേഷം ഭയങ്കരമായിട്ടും നെഗറ്റീവ് കമന്റും. എന്റെ പൊന്നടവ, ഈ ഒരു ആൽബത്തിനെയും കൊണ്ട് ഞാൻ വെറുത്ത്. പുള്ളിക്കാരി ദാസേട്ടൻ കോഴിക്കോടുമായിട്ട് ചേർന്നിട്ട് ഒരു ആൽബം ചിത്രീകരിച്ചു. ഈ ആൽബം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയി. നല്ലൊരു ആൽബം, തെറ്റു പറയാൻ പറ്റത്തില്ല, നല്ലൊരു ആൽബം. ഈ ആൽബത്തിനകത്ത് ഇവരൊരു പ്രൊമോഷണൽ സോങ് ഷൂട്ട് ചെയ്ത്, ഈ സോങ്ങിനകത്ത് ഒരു ബെഡ്റൂം സീനാണ് ഷൂട്ട് ചെയ്തത്. ഈ ബെഡ്റൂം സീനകത്ത് രേണു കിടക്കുന്നു, ദാസേട്ടൻ ഇങ്ങനെ കൈയൊക്കെ വെച്ചിട്ട് ഇതാക്കുന്ന അങ്ങനെ ഒരു സാധനം. ഈ സാധനം ആ ആൽബത്തിലില്ല. ആ ആൽബത്തിൽ അത് കൊള്ളിക്കാൻ പറ്റത്തില്ല. അതൊരു നല്ല ആൽബമാണ്. സോ വിവാദം ഉണ്ടാക്കാനായിട്ട് ഇവരൊരു സീൻ ഷൂട്ട് ചെയ്ത്, ഒരു ബെഡ്റൂം സീൻ ഷൂട്ട് ചെയ്ത് പുറത്തു വിട്ടു. അത് വിവാദമാക്കി സെറ്റാക്കി. അപ്പൊ നമ്മുടെ ഉദ്ദേശം എന്താ? അത് വിവാദമാക്കി ജനശ്രദ്ധ പിടിച്ചു പറ്റുക എന്നുള്ളതാണ് സാധനം. ഇതിനകത്ത് തന്നെ രേണു പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്, ആൽബം പറയുമ്പോ ഈ അതിനകത്തൊരു സീനുണ്ട്, ഞെട്ടും കിട്ടുക്കും, എന്നിട്ട് ബെഡ്റൂം സീൻ എന്നൊക്കെ പറഞ്ഞ് രേണു തന്നെ അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്ത് വിട്ടു. ഈ ആൽബത്തിന്റെ പ്രൊമോഷൻ വീഡിയോ ഇവരെങ്ങനെയാ പുറത്തേക്ക് വിട്ടത്? രേണു സുധിയുടെ എക്സ്ക്ലൂസീവ് രംഗങ്ങൾ പുറത്ത് എന്നും പറഞ്ഞിട്ടാണ് ആ സാധനം പുറത്തേക്ക് വിട്ടത്. ഈ എന്റെ എക്സ്ക്ലൂസീവ് സാധനങ്ങൾ പുറത്തെന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ എടുത്ത് സ്റ്റോറി ഇടുന്ന പോലെയാണ് രേണു ചെയ്തത്. രേണുവിന്റെ എക്സ്ക്ലൂസീവ് രംഗങ്ങൾ പുറത്തുനിന്നുള്ള സാധനം രേണു തന്നെ എടുത്ത് സ്റ്റോറി ഇട്ട് ആ രീതിയിൽ തന്നെ പ്രൊമോട്ട് ചെയ്തു. അതായത് പക്ക പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനം പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലാണ് രേണു അതിനെ പ്രൊമോട്ടും ചെയ്തത്. അതിനെ കുറിച്ചാണ് പറയുന്നത്, കേൾക്കാം.
ഒരു ബെഡ്റൂം സീനും ഭയങ്കരമായിട്ടും എക്സ്പോസ് ചെയ്യുന്ന രീതിയിലുള്ള ആൽബം ആണ് എന്നുള്ള രീതിയിൽ പല രീതിയിലും പല കമന്റുകളും പലരും അത് റിയാക്ട് ചെയ്യുന്ന വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് കണ്ടു. അപ്പൊ അതിനോട് ചേച്ചിക്ക് എന്താണ് ചേച്ചിയെ ഇഷ്ടം? ഒരുപാട് രേണു കണ്ടു എന്നല്ലേ പറഞ്ഞത്? രേണു ഇപ്പൊ കുറച്ച് വീഡിയോകളിലായിട്ട് രേണു റിയാക്ഷൻ കാണുന്നു, എനിക്കെതിരെയുള്ള വീഡിയോസ് കാണുന്നു, എനിക്കെതിരെയുള്ള കമന്റ് കാണുന്നു എന്നൊക്കെ പറയുന്നു. ഇത് മറ്റാരൊക്കെ പറഞ്ഞു തരുമല്ലായിരുന്നു? രേണു ഇപ്പൊ കാണാൻ തുടങ്ങിയല്ലേ? അതൊരു പുരോഗതി തന്നെയാണ്. അത് നല്ല നല്ല പുരോഗതിയാണ്. കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അവര് ചോട്ടെ, സിനിമയിൽ ഇങ്ങനത്തെ സീൻ ഈ ആൾക്കാർ കണ്ടിട്ടില്ല. സിനിമയിൽ ഇതിലും കൂടിയ സീൻ കണ്ടിട്ടില്ലേ? എന്താ അത് അഭിനയമായിട്ട് കണ്ടാ പിന്നെ ഇത് അഭിനയമായിട്ട് കണ്ടാ പോരെ? മതി. സിനിമയിൽ ഇത്തരം രംഗങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്, ഇതിലും കൂടിയ രംഗങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷെ സിനിമകളിലൊന്നും ഇത്തരത്തിലൊരു ക്ലോസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആ നടിയുടെ എക്സ്ക്ലൂസീവ് രംഗങ്ങൾ പുറത്തുണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയുന്ന ഏതാ? ലക്ഷ്മി ദീപ്തയെ പോലുള്ള ആളുകള്, അല്ലെങ്കിൽ മറ്റേ അവരുടെ പേര് പറഞ്ഞില്ല, മറ്റേ മുകേഷ് നായരോടൊക്കെ ചെയ്യുന്ന അവരുടെ കൂടെയുള്ള വീഡിയോസ്, അത്തരത്തിലുള്ള സിഗ്മ സീരീസ്, ഇത്തരത്തിലുള്ള കുൽസിത വീഡിയോസ് റിലീസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമുകൾ അങ്ങനെ സെല്ല് ചെയ്തിട്ടുണ്ട്. ഒരു സിനിമ സെല്ല് ചെയ്യുന്ന രീതിയിലാണ് നിങ്ങൾ ആ സാധനത്തിന് സെല്ല് ചെയ്തത്. എക്സ്ക്ലൂസീവ് രംഗങ്ങൾ പുറത്ത്, കൊതിപ്പിക്കുന്ന രംഗങ്ങൾ പുറത്തെന്ന് പറഞ്ഞ് പുറത്ത് വിട്ടിട്ട് സിനിമയിൽ ഇതൊക്കെ ഉള്ളതാണ്. ഏത് സിനിമയാണ് ഈ ഞങ്ങളൊരു ഏപ്പടമായിട്ടോ ചിത്രീകരിച്ചത് എന്ന് പറഞ്ഞ് പ്രൊമോട്ട് ചെയ്തിട്ടുള്ളത്? അങ്ങനെ പ്രൊമോട്ട് ചെയ്തത് പക്ക പടങ്ങളാണ്. ആ ഒരു രീതിയിലാണ് നിങ്ങൾ ആ നല്ലൊരു ആൽബത്തിനെ പബ്ലിസിറ്റി കൊടുത്തത്. അതാണ് പ്രശ്നം. അവിടെ ഞാനും ദാസേട്ടൻ കോഴിക്കോട് ഒരു റൂമിൽ ചെന്ന് അങ്ങനെ കാണിക്കുന്നല്ലോ. ക്യാമറാമാൻ ഉണ്ട്, ഡയറക്ടർ ഉണ്ട്, മറ്റു ആർട്ടിസ്റ്റുകൾ അപ്പുറം ഇപ്പുറം നിൽക്കുമ്പോഴല്ലേ ഇത് അഭിനയിക്കുന്നത്. ക്യാമറ റോളിംഗ് ആക്ഷൻ ക്യാമറ പറയുമ്പോഴാണ് നമ്മൾ ചെയ്യുന്നത്, അല്ലാതെ ചുമ്മാ ചെയ്യുമല്ലോ. അതാണ് ആ ഒരു പ്രൊമോഷന് വേണ്ടി ആ ഡയറക്ടർ ലച്ചു പറഞ്ഞത്. ആ ഒരു ആൽബത്തിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ടാണ് ആ സീൻ എടുത്ത് വെച്ചത്. ആ സീൻ എന്ത് ചെയ്താലും ആൽബത്തിനകത്ത് ലിങ്ക് ചെയ്യാൻ പറ്റുന്നില്ല ആ ഒരു സീൻ. അതുകൊണ്ടാണ് അവരത് ആൽബത്തിൽ ഉൾപ്പെടുത്താതെ പ്രൊമോഷനായിട്ട് കൊടുത്തത്. ആൽബത്തിന് വേണ്ടി എടുത്ത സീനാണ്. നെഗറ്റീവ് പറയുന്നവർ എന്തും പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ ഈ ഒരു നന്മ പ്രവൃത്തി ചെയ്തെന്ന് വെച്ചോട്ടെ, നെഗറ്റീവ് പറയുന്നവർ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു നന്മ പ്രവൃത്തി ചെയ്തു എന്ന് വെച്ചോ, നെഗറ്റീവ് പറയുന്നവർ അതിലും നെഗറ്റീവ് പറയും. ഒരിക്കലും ഇല്ല. നന്മ പ്രവൃത്തി ചെയ്ത നന്മ എന്ന് തന്നെ പറയും. പിന്നെ ഇതിനകത്ത് പറഞ്ഞ മറ്റൊരു കാര്യം, ഇത് പ്രൊമോഷന് വേണ്ടി ഷൂട്ട് ചെയ്തൊരു സാധനമാണ്. അത് ഇതിനകത്ത് പ്രൊമോഷന് വേണ്ടി ഉൾക്കൊള്ളിച്ചു. ഇത് ആ ആൽബത്തിനകത്ത് ഒരു തരത്തിലും സ്യൂട്ട് ആവില്ല എന്ന് ഇവർക്ക് തന്നെ പൂർണ്ണമായിട്ടുള്ള ബോധ്യമുണ്ട്. ഈ ഒരു ടീമിന് തന്നെ പൂർണ്ണ ബോധ്യമുണ്ട്. അപ്പൊ ഇവർ ഇത്തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി തന്നെ ക്രിയേറ്റ് ചെയ്തൊരു വീഡിയോ ആണ്. അങ്ങനെ ഒരു സാധനം ചെയ്തിട്ട് ആൾക്കാർ അതിനെ വിമർശിക്കാൻ പാടില്ല എന്ന് പറയുന്നതിനകത്ത് എന്ത് ശാസ്ത്രമാണെന്ന് എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾ ഇപ്പൊ ഒരു സിനിമ ഇറക്കുന്ന ഒരു കോമഡി പടം ഇറക്കിയിട്ട് നമ്മൾ ഇത് ഭയങ്കര ആക്ഷൻ പടമാണെന്ന് പറഞ്ഞ് റിലീസ് ചെയ്ത് എങ്ങനെയിരിക്കും? അപ്പോ രേണു മനസ്സിലാക്കുന്ന സാധനം, രേണു ഇത്തരത്തിലുള്ള കുൽസിത സാധനങ്ങൾ ചെയ്തു എന്നുള്ള സാധനം വിവാദമാക്കുക എന്നുള്ളത് എല്ലാവർക്കും ഉണ്ട്. ആ താളത്തിനെല്ലാം രേണുവിനും തുള്ളി കൊടുക്കുകയാണ്. ഇതിനകത്ത് എന്തോ ഒരു ഡയലോഗ് പറയണമെന്ന് ചോദിച്ചാൽ അത് ആൽബത്തിൽ ഉൾപ്പെടുത്താതെ പ്രൊമോഷനായിട്ട് കൊടുത്തത്. ആൽബത്തിന് വേണ്ടി എടുത്ത സീനാണ്. നെഗറ്റീവ് പറയുന്നവർ എന്തും പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ ഈ ഒരു നന്മ പ്രവൃത്തി ചെയ്തെന്ന് വെച്ചോട്ടെ. നെഗറ്റീവ് പറയുന്നവർ എന്തും പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾ നെഗറ്റീവ് ഉണ്ടാക്കിയിട്ടല്ല അപ്പൊ നെഗറ്റീവ് പറഞ്ഞതെന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നേ? നിങ്ങൾ എന്തരൊക്കെ നെഗറ്റീവാണ് ഉണ്ടാക്കി വെക്കുന്നത്? ഉണ്ടാക്കുന്ന നെഗറ്റീവാണ് പറയുന്നത്. ഇത് ഈ ഒരു സീൻ ആൽബത്തിൽ ഫിക്സ് ആവില്ല എന്ന് നിങ്ങൾ തന്നെ പറയുന്നു. അപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം ഇത് ആൽബത്തിനകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റത്തില്ലെന്ന്. എന്നിട്ട് ഇങ്ങനെ ഒരു സീൻ ഒരു പ്രണയ ആൽബത്തിനകത്ത് ഇമാതിരി ഒരു കുൽസിത സാധനം എടുത്ത് പുറത്തു വിട്ടിട്ട് നെഗറ്റീവ് പറയുന്നവർ നെഗറ്റീവ് പറയട്ടെ, നമ്മളത് വളരെ പോസിറ്റീവായിട്ട് ജനങ്ങൾക്ക് കണ്ട് കുളിർമ എടുക്കാൻ വേണ്ടിയിട്ട് ഇറക്കിയതാണ് എന്ന് പറയുന്ന കാര്യമുണ്ടോ? ഇത് രേണുവിനൊന്നും ഒരു ശത്രുക്കളും ഇല്ല. രേണുവായിട്ട് ഉണ്ടാക്കുന്ന ശത്രുക്കളേ ഉള്ളൂ. രേണുവിന്റെ പ്രവർത്തികളെ മാത്രമാണ് നമ്മൾ കുറ്റം പറയുന്നത്. ഇനിയെങ്കിലും രേണു മനസ്സിലാക്കുക. എത്രയും പെട്ടെന്ന് അടുത്ത വിവാദം ഉണ്ടാക്കുക. ഇതെല്ലാം ഒന്ന് ഒതുങ്ങിയിരിക്കില്ലേ? പുതിയ സാധനം എടുക്കുക രേണു. പുതിയ വിവാദം കൊണ്ടുപോവാ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റുകളെ രേഖപ്പെടുത്തുന്ന കേൾക്കാൻ.